ഇപ്പോൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് അങ്കമാലിക്ക് പോകണം. അങ്കമാലിക്ക് 20 രൂപയാണ് ടിക്കറ്റ്. ഇത് 0-ൽ തുടങ്ങുന്ന ട്രെയിൻ നമ്പറുള്ള കാരണം ടിക്കറ്റ് മിനിമം ടിക്കറ്റ് 10 രൂപയാണുള്ളൂ. അങ്കമാലിക്ക് 20 രൂപയാണ്. അപ്പോൾ അങ്കമാലിക്ക് പോകും. പാസഞ്ചർ ട്രെയിനാണ്. അപ്പോൾ നല്ല വീതി. ഇതാണ് അതിൻ്റെ എൻജിൻ. വലിയ എൻജില്ല. ഫസ്റ്റ് ഇവിടെ കാണുന്ന ലഗേജ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ദിവ്യാഞ്ജൻ അവരുടെ. സെക്കൻഡ് ഏതോ പിന്നെ പാസഞ്ചേഴ്സിൻ്റെ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോർമലായിട്ടുള്ള സെക്കൻഡ് ക്ലാസ് യാത്ര. ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് യാത്ര തുടങ്ങുന്ന ഈ ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ്സിന് നല്ല തിരക്കായിരിക്കും. കാരണം ഗുരുവായൂർ മുതൽ തൃശ്ശൂർ വരെ ബസ്സിൽ ഒരു 30 രൂപ 40 രൂപ ചാർജ് ഉണ്ട്. പക്ഷേ ട്രെയിനിൽ ചാർജ് വെറും 10 രൂപ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലേക്ക് വരുന്ന ഭൂരിഭാഗം തീർത്ഥാടകരും തിരഞ്ഞെടുക്കുന്നത് ഈ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഞാനിവിടെ നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തെത്തി. എയർപോർട്ടിൻ്റെ തൊട്ട അടുത്തേക്ക് കൂടെ തന്നെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു വിമാനം പറന്നുയർന്നത് ശരിക്ക് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്യാമറയിൽ പകർത്താനും പറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വിമാനം വന്നിറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ഫ്ലൈറ്റ് സൈറ്റിംഗ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കൃത്യമായിട്ട് എടുക്കാനും കഴിഞ്ഞു. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു ഗ്രൗണ്ടാണ് നമ്മുടെ വിമാനത്താവളത്തിൻ്റെ. നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് മാഞ്ഞൂര് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വിമാനങ്ങളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഗുരുവായൂരിൽ നിന്ന് വന്നിരുന്ന ട്രെയിനായിരുന്നു. ആ ട്രെയിൻ ഇങ്ങനെ പോയി. ഞാനിപ്പോൾ ചോവര എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്നിട്ട് പ്ലെയിൻ ലാൻഡ് ചെയ്യണം. അതിൻ്റെ കുറേ വീഡിയോ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കണം. 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത്. ഞാനിങ്ങനെ വരുന്ന വഴി ഒരു അമ്പലം കണ്ടത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അമ്പലം. ഇവിടെ തമിഴ്നാട് സ്റ്റൈലിൽ അതിൻ്റെ ഗോപുരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തും തമിഴ്നാട് സ്റ്റൈലിൽ വേറൊരു ഗോപുരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം ചൊവ്വര അമ്പലം. അതിൻ്റെ പിൻഭാഗത്തും കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനെടുത്ത 2 ടിക്കറ്റാണ്. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വരയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് 20 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ ചൊവ്വരയിൽ നിന്ന് മാഞ്ഞൂരിലേക്ക് 15 രൂപയാണ്. എന്താല്ലേ, ഞാനവിടെ എത്തി കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് അവിടെ ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാൻഡ് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷനൊക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്യാമറ സൂം ചെയ്ത് റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ചെറിയൊരു വിമാനം വന്നിട്ട് ഇറങ്ങുന്നത് കണ്ട്. ഇതിനു മുമ്പ് തന്നെ ഇൻഡിഗോൻ്റെ തോന്നുന്നു വേറൊരു ഫ്ലൈറ്റ് പറന്നു പോയിട്ടുണ്ട്. വേറൊരു ഫ്ലൈറ്റ് അവിടെ ടേക്ക് ഓഫിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മനോഹരമായ ലാൻഡിങ്ങിൻ്റെ ദൃശ്യമാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് വിമാനമൊക്കെ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഒരു വ്ളോഗാക്കിയിട്ട് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ചോര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് ഗുരുവായൂർക്ക് ട്രെയിനിൽ കയറി പോകുന്നത്. 8:18 ട്രെയിന്. സമയം ഇപ്പോൾ 8:10 ഒരു 8 മിനിറ്റ് നേരത്തെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ചോര എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ചോര 2 ബോർഡുണ്ട്. ഞാൻ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇരുട്ടായ കാരണം ഗ്രെയിംസൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. ആകെ 2 പാതയുള്ളൂ. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അവിടെ ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയുക, ഓറഞ്ച് ലൈറ്റാണ്. അല്ല, ഓറഞ്ച് ലൈറ്റ് അപ്പോൾ അതൊക്കെ പോകാനാണല്ലേ. അവിടെ പച്ച ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. ഇനി എൻ്റെ ട്രെയിനാണോ? 15 ആയിട്ടുള്ളൂ. മറ്റ് റെയിൽവേ സ്റ്റേഷന് പോലെയല്ല. ഇവിടെ ഒരു കട പോലും ഒന്നുമില്ല. എന്താ സർബത്ത് കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നുമില്ല. പൈപ്പിലെ വെള്ളം എടുത്തിട്ട് കുടിക്കേണ്ടി വരും എന്താഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ വേറെ മിഠായി പീടിയോ അല്ലെങ്കിൽ മറ്റേ ബജ്ജി വെക്കണ കട അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മറ്റേ റെയിൽവേ സ്റ്റേഷന് പോലെ. ചെറിയൊരു കൂട് മാത്രമേ ഉള്ളൂ അവിടെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓ, എത്ര വലിയ ട്രെയിനാണ്. ആ ട്രെയിൻ പോകുമ്പോൾ നല്ല സുഖട്ടോ. നല്ല കാറ്റുണ്ട്. അയ്യോ, ആ ട്രെയിനും പോയി. അങ്ങനെ ട്രെയിൻ പോയപ്പോൾ എന്തൊരു സുഖം എന്നറിയാം. എത്ര കാറ്റ്. ഇതേപോലെ 2-3 ട്രെയിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും എല്ലാതും.
ആകെ ഈ ഷീറ്റിട്ട ഭാഗം ഈ ഒരു ഭാഗം മാത്രമേ ബാക്കി ഒരൊറ്റ സ്ഥലത്ത് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല. അത്രയും ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. വല്ലപ്പോഴും ആകെ 2-3 ട്രെയിൻ മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ. നമ്മുടെ എറണാകുളം ഗുരുവായൂർ, എറണാകുളം ഷൊർണൂർ അങ്ങനെയുള്ള പാസഞ്ചർ മാത്രമേ ഇവിടെ നിർത്തുന്നുള്ളൂ. വേറെ പാസഞ്ചറിനൊന്നും ഇവിടെ സ്റ്റോപ്പില്ല, വേറെ ആരും ഇവിടെ നിർത്തുന്നില്ല. നേരത്തെ പോലെ ഏതോ ഒരു എക്സ്പ്രസ് ട്രെയിനോ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനത്തെ ട്രെയിനൊക്കെയാണ് നേരെ അങ്ങോട്ട് പോയി. എന്തായാലും ചെറിയ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ നല്ല അടിപൊളി. ഇതിൻ്റെ സ്ലാബൊക്കെ ഇട്ടിട്ടുള്ള ബെഞ്ചുണ്ട്, അതുപോലെ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, നല്ല ഷീറ്റുള്ള ഈ ഒരു ഭാഗമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ പൊട്ടിപ്പൊളിഞ്ഞ കസേരകളൊക്കെയാണ് ഉള്ളത്. അതിനേക്കാളും നല്ലതാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഈ ട്രെയിൻ നേരെ പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഗുരുവായൂരാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഈ ട്രെയിൻ പിന്നെ ഗുരുവായൂരിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണെന്ന് തോന്നുന്നു, 6 മണിക്കാണോ 5:50 എന്നറിയില്ല, നേരെ പുനലൂർ വരെ പോകുന്ന ട്രെയിനായിട്ട് മാറും. ഈ ട്രെയിന് തൃശ്ശൂരിൽ നിന്ന് പൂങ്കുന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ട്രെയിനിലെ ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഇനി ഗുരുവായൂരിലേക്കുള്ള കുറച്ച് ട്രെയിൻ യാത്രക്കാർ മാത്രമേ ഇതിലുള്ളൂ. അടുത്ത സ്റ്റോപ്പ് ഇനി ഗുരുവായൂരാണ്. ഗുരുവായൂരിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഹെഡ്ഫോൺ കാണാനില്ല, എയർപോഡ് കാണാനില്ല. നോക്കുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നു. അങ്ങനെ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ കവാടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ട്. രാത്രിയായിട്ടും അവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും രാത്രിയിൽ തന്നെ ഉണ്ട്. നാളെ രാവിലെ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെ ഞാൻ കണ്ടു കേട്ടോ. അവിടെ കുറേ പേര് ഇപ്പം തന്നെ ക്യൂവിൽ കയറി നിൽക്കുന്നുണ്ട്, ആദ്യം തന്നെ ഭഗവാനെ കാണാൻ വേണ്ടി. അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കഥകളി നടക്കുന്നുണ്ട്. അപ്പോൾ കഥകളി കുറച്ച് നേരം കാണാം. ഇവിടെ നിർമ്മാല്യ ദർശനത്തിനുള്ള ക്യൂ ഇപ്പം തന്നെ തുടങ്ങിയിട്ടേ. ഇപ്പോൾ രാത്രി 11 മണിയായിട്ടുള്ളൂ, ഇപ്പം തന്നെ ക്യൂ നിറഞ്ഞു തുടങ്ങി. കഥകളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റേജിൻ്റെ മീതെ ഒന്നും കയറിയിട്ടില്ല. ഞാൻ താഴത്ത് നിന്നിട്ട് തന്നെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, എന്നിട്ട് തിരിച്ചു പോന്നു.